ക്രിമിനൽ അരാജകത്വത്തിനും പോലീസ് നിഷ്ക്രിയത്വത്തിനുമെതിരെ നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രതിഷേധ സദസ്സ് നടത്തി. സദസ്സ് KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. കുടുംബ പ്രശ്നം ഉണ്ടാകാൻ കാരണം മുടി നീട്ടി വളർത്തിയ ഒരു വനിതയാണെന്ന് ഏതോ ജോത്സ്യൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ എങ്ങനെ ജാമ്യം കിട്ടിയെന്നുള്ളത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2022 3 വർഷം കഴിയുമ്പോൾ ഈ പ്രതി ജാമ്യം കിട്ടി പുറത്തു വരികയാണ്. കോടതി ജാമ്യം കൊടുക്കുന്നതിന്റെ കാരണം എന്താ? പോലീസ് സമയത്ത് അന്വേഷണം പൂർത്തീകരിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് വിചാരണ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ജാമ്യം കൊടുക്കേണ്ടി വരുന്നത്. ജാമ്യം കൊടുത്തിരിക്കുന്നത് ആദ്യഘട്ട റിപ്പോർട്ടുകൾ അനുസരിച്ചാണോ എന്നുണ്ടെങ്കിൽ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പ്രവേശിക്കരുത്. നെന്മാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് ജാമ്യം കിട്ടിയ പ്രതിക്ക് പിന്നീട് ജാമ്യം ഭേദഗതി ചെയ്യുന്നു. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത്, നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന ഉത്തരവ് നിലവിലിരിക്കുമ്പോൾ ഈ പ്രതി നെന്മാറ പഞ്ചായത്തിൽ കൊല ചെയ്യപ്പെട്ട സരിതയുടെ വീടിനടുത്ത് തന്നെ താമസിക്കുകയാണ്. ആ 2 കുഞ്ഞുങ്ങൾ, അവരുടെ പിതാവ്, അവർ നെന്മാറ പോലീസിന് പരാതി നൽകി. ഈ മനുഷ്യവർഗത്തിന്റെ ഈ ക്രിമിനലിന്റെ ഭീഷണിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇയാളെ ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്യണം. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെന്മാറയുടെ MLA K. ബാബുവിന്റെ സ്വന്തം പഞ്ചായത്താണെന്ന്, അല്ലേ? സ്വന്തം വാക്കാണ്. ഇവിടെ വന്നപ്പോ ചില സഹപ്രവർത്തകർ പറഞ്ഞു MLAയുടെ നേതാവായിരിക്കുന്ന CPM ഏരിയ സെക്രട്ടറിയുടെ വീടിന്റെ 100 മീറ്റർ അപ്പുറത്താണ് ഇയാൾ താമസിക്കുന്നത് എന്നാണ്. ഇത്തരമൊരു പരാതി വന്നാൽ പൊതുപ്രവർത്തകർക്ക് ഉത്തരവാദിത്തമില്ലേ? പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞ് ഇതൊരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലാണ്, അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയവനാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിനോദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, DCC ജനറൽ സെക്രട്ടറിമാരായ CC സുനിൽ, പത്മഗിരീഷ്, K. അബ്ബാസ്, UDF ചെയർമാൻ KR പത്മകുമാർ, K. സുരേഷ് കുമാർ, പ്രഭിത ജയൻ, മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു. P. നിതിൻ സ്വാഗതവും K. സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു.